ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ ഈ കഴിഞ്ഞ നാളിലൊക്കെ കേരളം ഏറെ നിർണായകമായ സംഭവ വികാസങ്ങളിൽ കൂടെ തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോയിയുടെ മരണം കേരളത്തെ ഏറെ വേദനിപ്പിച്ച നടിക്ക് ഒന്ന് തന്നെയാണ്. അതിന് പിന്നാലെ ഇപ്പോൾ അർജുൻ്റെ ഒരു വിഷയം വന്നിരിക്കുന്നു. അർജുനെ കാണാതായിട്ട് ഇപ്പോൾ 7 ദിവസം പിന്നിടുന്നു. അർജുൻ എവിടെയാണ്? അർജുനെ കണ്ടെത്താനായിട്ട് പലവിധമായ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സൈന്യത്തിൻ്റെ നിർണായകമായിട്ടുള്ള ഇടപെടലിൽ നിന്നും ഇപ്പോൾ ചില വിവരങ്ങളൊക്കെ കിട്ടിയിരിക്കുകയാണ്. അതായത് ആ പ്രദേശത്ത് റെഡ് അലർട്ടാണ്. ഏത് സമയം വേണമെങ്കിലും ഇനിയും കുന്നുകൾ ഇടിഞ്ഞു വീഴാം. അതുകൊണ്ട് തന്നെ റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നതിനൊപ്പം തന്നെ സൈന്യം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അർജുൻ്റെ ലോറി ഈ സ്ഥലത്ത്, അതായത് നിലവിൽ 3 സിഗ്നൽ ലഭിച്ചിരുന്നു. റഡാറിൽ 3 സിഗ്നൽ ലഭിച്ചിരുന്നു. ഈ 3 സിഗ്നൽ ലഭിച്ചതിൽ അർജുൻ്റെ ലോറി നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ സൈന്യം പറയുകയാണ്. അതായത് ഇനി സൈന്യത്തിന് തിരയാനായിട്ടുള്ളത് ഗംഗാവാലി പുഴയാണ്. അപ്പോൾ ഈ പുഴയിലേക്ക് ഇനി തിരച്ചിൽ നടത്തണം. മാത്രമല്ല 20 മലയാളികൾ മാത്രം മതി തിരച്ചിലിന് കൂടെ കൂടാൻ. കാരണം റെഡ് അലർട്ട് ആയതുകൊണ്ട് കൂടുതൽ ആളുകളെ അവിടെ കൂടുതൽ ആളുകളെ ഒന്നും അവിടെ തിരച്ചിലിന് വേണ്ടിയിട്ട് ഒരുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കർണാടക പോലീസും കർശന നിർദ്ദേശം തന്നെ നൽകുകയാണ്. ഇവിടെ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അർജുൻ അപകടപ്പെടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു വീഡിയോ ദൃശ്യം, നിലവിൽ മറ്റൊരു ഡ്രൈവർ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധയാവുകയാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതായത് നിലവിൽ ഈ മണ്ണിടിഞ്ഞ് വീഴുന്നതിന് മുമ്പ് ഷിരൂരിലെ ഈ സ്ഥലം എങ്ങനെയായിരുന്നു? അതായത് വീതി കൂടിയ റോഡാണ്. ഈ റോഡിൽ ഒരു ചായക്കടയുണ്ട്. നിലവിൽ വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്ത് ചായ കുടിക്കാം. അതുപോലെ തന്നെ കുളിക്കാനുള്ളവർക്ക്, അതായത് ഒന്ന് ഫ്രഷ് ആവണമെന്നുള്ളവർക്ക് ഫ്രഷ് ആകാൻ ഇറങ്ങാം. അങ്ങനെ നിലവിൽ ഇത്ര ചെറിയ സൗകര്യങ്ങളാണെങ്കിൽ പോലും നിരവധി പേർ നിന്ന് അവരുടെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാൻ പറ്റുന്ന ഒരിടം കൂടിയാണ് ഇപ്പോൾ ഈ അപകടം സംഭവിച്ചിരിക്കുന്ന മേഖല. ഇവിടെ ഇപ്പോൾ മണ്ണ് കുന്നുകൂടിയിരിക്കുകയാണ്. മൺകൂനയായിട്ടിരിക്കുന്നു. നിലവിൽ റഡാറൊക്കെ ഉപയോഗിച്ച് സിഗ്നലൊക്കെ പരിശോധിക്കുന്നു. പക്ഷേ ആ സിഗ്നൽ അർജുൻ ഇല്ല എന്ന് തന്നെ ഇപ്പോൾ സൈന്യം പറയുകയാണ്. അടുത്തപടി ഇനി നോക്കേണ്ടത് പുഴയിലേക്കാണ്. പുഴയിൽ തിരച്ചിൽ നടത്താനാണ് ഇനി സൈന്യം ഒരുങ്ങുന്നത്. അപ്പോൾ ഇവിടെ സമൂഹ മാധ്യമത്തിൽ ഒരു ദൃശ്യം പ്രചരിക്കുന്ന ആ ദൃശ്യം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. വേറൊന്നുമല്ല, എത്രത്തോളം ഈ അപകടത്തിൻ്റെ വ്യാപ്തി എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ്. നിലവിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന ഈ ദൃശ്യങ്ങളിൽ അർജുൻ അപകടത്തിൽപ്പെടുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു വീഡിയോ എന്ന് തന്നെയാണ് ഈ ദൃശ്യത്തെ കാണിക്കുന്നത്. ആ ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ സാധിക്കും. ആ ദൃശ്യത്തിൽ പറയുന്ന ഒരു കാര്യം, ആ റോഡ് എത്രത്തോളം വീതിയുണ്ട്. മണ്ണിടിഞ്ഞ് വീഴുന്നതിൻ്റെ തുടക്കമായിരുന്നു അത്. ഒരുപക്ഷെ ഈ അപകട മേഖലയാണെന്ന് അറിയുമോ അറിയാതെയോ അവിടെ ചെന്ന് അകപ്പെട്ടതായിരിക്കാം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ അവിടെ ഇപ്പോഴത്തെ സാഹചര്യവും, അതായത് ഇതിന് മുമ്പ് അപകടം നടക്കുന്നതിന് തൊട്ട് മുമ്പ് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ ആ പെൺകുട്ടി പറയുന്നത്. അതായത് നിലവിൽ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ സൈന്യം നടത്തുകയാണ്. അപകട സ്ഥലത്തെ 90% മണ്ണും നീക്കി. അവിടെ ലോറി ഇല്ലെന്നാണ് സൈന്യം പറയുന്നത്. ഇനി മണ്ണിടിച്ചിലിൽ ലോറി ഗംഗാവലി നദിയിലേക്ക് പതിച്ചിരിക്കാമോ എന്ന നിഗമനത്തിലാണ് സൈന്യം ഇപ്പോൾ. നദിക്കരയിൽ നിന്നൊരു സിഗ്നൽ കിട്ടിയെന്നും സൈന്യം പറയുന്നു. ഈ പ്രദേശം മാർക്ക് ചെയ്ത് പരിശോധന നടത്താൻ സൈന്യം ഇപ്പോൾ ഒരുങ്ങുകയാണ്.